സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയാണ്. 5 സംസ്ഥാനങ്ങളിലായി 20ഓളം ഇടങ്ങളിലാണ് പരിശോധന. സാന്റിയാഗോ മാർട്ടിന്റെ മരുമകനും VCK നേതാവുമായ ആദവ് അർജുന്റെ വീട്ടിലും പരിശോധനയുണ്ട്. KB ശ്രീധരൻ നൽകും വിവരങ്ങൾ. ശ്രീധരൻ, എന്ത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന തുടങ്ങിയത്? എത്ര സമയമായി പരിശോധന? പ്രതീക്ഷ, ഇന്ന് രാവിലെ മുതലാണ് ED ഉദ്യോഗസ്ഥർ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട 20ഓളം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. 5 സംസ്ഥാനങ്ങളായിരുന്നു പരിശോധന. അതിൽ തന്നെ ഏറ്റവും പ്രധാനം തമിഴ്നാട്ടിലെ പരിശോധനയാണ്. കോയമ്പത്തൂരിലും ചെന്നൈയിലും കേന്ദ്രീകരിച്ചാണ് സാന്റിയാഗോ മാർട്ടിന്റെ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വീട്ടിലും ഒക്കെ പരിശോധന നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ VCK നേതാവ്, തമിഴ്നാട്ടിലെ പാർട്ടിയായിട്ടുള്ള VCKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആദവ് അർജുൻ, അത് സാന്റിയാഗോ മാർട്ടിന്റെ മരുമകനാണ്. അദ്ദേഹത്തിന്റെ വസതിയിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി EDക്ക് ഈ കേസിൽ, അതായത് പരിശോധനകൾ ഉൾപ്പെടെ നടത്താനുള്ള അനുമതി, അന്വേഷണം തുടരാനുള്ള അനുമതി നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ED ഉദ്യോഗസ്ഥർ വിവിധ സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏറ്റവും പ്രധാനം 1300 കോടിയോളം രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് വിവിധ പാർട്ടികൾക്ക് സാന്റിയാഗോ മാർട്ടിൻ നൽകിയ വിവരമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ED വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്.